ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും റിപ്പോർട്ടർ സ്പീച്ചും ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏതൊക്കെയാ വരുന്നതെന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടർ സ്പീച്ച് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഡയറക്റ്റ് സ്പീച്ച് ആണ് തന്നെ. When we quit the words of the speaker as such verbatim is called direct speech. അതായത് ഒരാളുടെ വാക്കുകൾ നമ്മൾ അതുപോലെ തന്നെ പറയുന്നതാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് പറയുന്നു അതുപോലെ ഒരാളിപ്പോ പറയാണ്, ഉദാഹരണത്തിന് she went, അവ പോയി എന്ന് പറയുമ്പോൾ അതേപോലെ പറയുന്നതാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് പറയുന്നത്. ഓക്കെ, റിപ്പോർട്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പീക്കർ, ഇപ്പൊ സംസാരിക്കുന്ന ആളിനെയാണ് നമ്മൾ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പീക്കർ പറയുന്ന പോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ പറയുന്നതാണെങ്കിൽ അത് വെർബാറ്റിനാണ്. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ടീച്ചർ സെഡ് ഷോ മീ യുവർ ബുക്ക്. ടീച്ചർ പറഞ്ഞു ആ പുസ്തകം ഒന്ന് കാണിക്കാൻ, അതുപോലെ തന്നെ പറയുന്നത്. രാമു സെഡ് പ്ലീസ് ഗീവ് മീ യുവർ പെൻസിൽ. രാമു പറഞ്ഞു ദയവായി എനിക്ക് നിന്റെ പെൻസിൽ ഒന്ന് തരുമോ. അങ്ങനെ രാമു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരെന്തും, ഇപ്പൊ ടീച്ചർ എന്ത് പറയുന്നോ അതുപോലെ നമ്മൾ പറയുക. ടീച്ചർ പറഞ്ഞു ആ ബുക്ക് ഒന്ന് മേടിക്കാൻ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറയുക. ടീച്ചർ സെഡ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ടീച്ചർ എന്ത് പറഞ്ഞു അതുപോലെ പറയുക. അതാണ് അതിന്റെ ഇത്. ഓക്കെ, ദ ബോയ് സെഡ് ഐ ആം സിക്ക്. ആ ബോയ്, ആ കുട്ടി പറഞ്ഞു എനിക്ക് സുഖമില്ല എന്ന്. അപ്പോൾ അത്രയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്തൊക്കെയാ വരുന്നതെന്ന്. അത് തന്നെയാണ് റിപ്പോർട്ടർ സ്പീച്ച് വരുന്നത്. ഓക്കെ, വെൻ വി റിപ്പോർട്ട് ദ വേർഡ്സ് ഓഫ് ദ സ്പീക്കർ ഇൻ അവർ ഓൺ വേർഡ്സ്. അതായത് ഇപ്പോൾ ഒരു സ്പീക്കർ സംസാരിക്കുന്നത് നമ്മൾ അതുപോലെ പറയാതെ ആ ഒരു വാചകം നമ്മൾ എടുത്തിട്ട് നമ്മുടെ രീതിയിലായിട്ട് പറയുന്നതാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. വേർഡ്സ് വി കോൾ ഇറ്റ് റിപ്പോർട്ട് സ്പീച്ച് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് പറയുന്നത്. അവന്റെ അതേ ശൈലിയിൽ പറയാൻ, അവരുടെ വാക്കുകൾ എടുത്തിട്ട് അവരുടെ ശൈലിയിൽ പറയാണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മുടെ രീതിയിൽ പറയുന്നതാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നൗ വി ചേഞ്ച് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. ദ സെയിം എക്സാമ്പിൾ above for the direct speech. സെയിം എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കുറച്ച് ഇതേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. The teacher asked him to show his book to her. ഇതിന്റെ കുറച്ച് വ്യത്യാസം നമ്മുടേതായ രീതി. നമ്മൾ നേരത്തെ നോക്കിയത് the teacher said to show the book to her, അങ്ങനെയല്ലേ വന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് വ്യത്യാസമേ ഇതിൽ വരുത്തിയിട്ടുള്ളൂ. അപ്പൊ the teacher asked him to show his book to her എന്നാണ് വരുന്നത്. കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. രാമു requested him to give his pencil to him. ഇവിടെ വന്നിട്ട് രാമു റിക്വസ്റ്റ് ചെയ്ത പോലെ റിക്വസ്റ്റ് ഹിം ടു ഗിവ് ഹിസ് പെൻസിൽ ടു ഹിം. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ദ ബോയ് സെഡ് ദാറ്റ് ഹി വാസ് സിക്ക്. ആ കുട്ടി പറഞ്ഞു അവന് സുഖമില്ല എന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ ബോയ് വാസ്, ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് ദ ബോയ് സെഡ് ഐ ആം സിക്ക് എന്നാണ്. അപ്പൊ അവിടെ ഐ ആം സിക്ക് എന്ന് വന്നിട്ടുണ്ട്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ദ ബോയ് സെഡ് ദാറ്റ് ഹി വാസ് സിക്ക്. ആ കുട്ടി പറഞ്ഞു അവന് സുഖമില്ല എന്ന്. നേരത്തെ പറഞ്ഞത് ആ കുട്ടി പറഞ്ഞു എനിക്ക് വയ്യ എന്നുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടും കുറച്ച് വ്യത്യാസം നമ്മുടെ രീതിയിൽ പറയുന്നതാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് നോക്കാം റൂൾസ് ഓഫ് ചേഞ്ചിങ് ഡയറക്റ്റ് സ്പീച്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനായിട്ടുള്ള റൂൾസ് ഉണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാം. ഫോർ അസർട്ടീവ് സെന്റൻസ് certain rules are to be followed. അപ്പൊ നമുക്ക് ഓരോ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാം. എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് ദേ ആർ ഗിവൻ ബിലോ. താഴെ കൊടുത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇഫ് there is no reporting where one should be provided. അതായത് ഇതിൽ റിപ്പോർട്ടിംഗ് വെർബ് ഇല്ല എങ്കിൽ ഒരാൾ അത് പ്രൊവൈഡ് ചെയ്യണം, ഒരാൾ അത് തരണം നമുക്ക്. ഇപ്പൊ സുനിൽ, എക്സാമ്പിൾ നോക്കാം. സുനിൽ ഐ ആം ഗോയിങ്, അത് ഡയറക്റ്റാ വരുന്നത്. കാരണം സുനിൽ പറയാണ് ഞാൻ പോവാണെന്ന്, അയാൾ തന്നെ പറയാണ് ഞാൻ പോവാണെന്നുള്ളത്. അപ്പൊ അത് ഡയറക്റ്റിലാ വരുന്നത്. പിന്നെ ഇൻഡയറക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും സുനിൽ സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ്. സുനിൽ പറഞ്ഞു അവൻ പോവാണെന്ന്. അപ്പൊ അത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത്. മറ്റേ സുനിൽ പറഞ്ഞു ഞാൻ പോവാണെന്ന്. ഇത് പറഞ്ഞു സുനിൽ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ പോവാണെന്ന്. അങ്ങനെ രണ്ടും രണ്ട് രീതിയിലാണ്. ഞാൻ ഗോയിങ്, ഞാൻ പോവാണെന്ന് പറഞ്ഞു. സുനിൽ ഐ എം ഗോയിങ്, സുനിൽ പറഞ്ഞു ഐ എം ഗോയിങ്.
ഞാൻ പോവാണെന്നുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞ സുനിൽ പറഞ്ഞു അതായത് ഞാൻ പോവാണെന്നുള്ളത്. അങ്ങനെ വരട്ടെ, സുനിൽ പറഞ്ഞു എന്ന് പറഞ്ഞു വരും. മറ്റേത് പറയും ഞാൻ പോവാണ്, ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ പോവാണ്. അപ്പൊ അവരുടെ കഥ എടുത്ത് നമ്മുടെ രീതിയിൽ മാറ്റുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ദ ഇൻവേർട്ടഡ് കോമാസ് ഷുഡ് ബി റിമൂവ്ഡ്. നമ്മൾ പറയാ ആ ഇൻവേർട്ടഡ് കോമയൊക്കെ റിമൂവ് ചെയ്യണം. അപ്പൊ ദ ഇൻവേർട്ടഡ് കോമയൊക്കെ റിമൂവ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ അതിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ദ ബോയ് സെഡ് ഐ ആം ഹംഗ്രി. ഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. ബോയ് സെഡ്, ആ കുട്ടി പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. അപ്പൊ അത് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ചിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് വരുന്നത് ദ ബോയ് സെഡ് ദാറ്റ് ഹി വാസ് ഹംഗ്രി. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ആ കുട്ടി പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് എന്ന്. നേരത്തെ പറഞ്ഞത് ആ കുട്ടി പറഞ്ഞു ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മളായിട്ട് പറയുന്ന പോലെ വേറെ ഒരാൾ പറയുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസം വന്നിട്ട്, ഇപ്പൊ ടീച്ചർ പറഞ്ഞു അവനോട് ഇങ്ങനെ പറയാൻ എന്നുള്ള രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങളെല്ലാവരും ഇത് വായിച്ച് പഠിക്കണം എന്ന് പറയാണ്. അപ്പൊ വേറെ ഒരാൾ പറയുമ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിലും കൂടി അവിടെ വരും. ടീച്ചർ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇത് വായിച്ചു പഠിക്കണം എന്നും കൂടി വരും. ഓക്കെ, അപ്പൊ അത്രേ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ രീതിയിലേക്ക് മാറ്റാനായിട്ട്. അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ്സ് ഈസ് ഇൻ ദി പാസ്റ്റ് ടെൻസ്. ഇപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് വന്നിട്ട് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ all the present tense in the direct speech should be changed into the corresponding past tense. ഇപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന എല്ലാ ഇപ്പോൾ all the present tense, എല്ലാ പ്രസന്റ് ടെൻസ് ഇൻ ദി ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന പ്രസന്റ് ടെൻസ് എല്ലാം നമ്മൾ മാറ്റണം. എങ്ങോട്ട് മാറ്റണം? കറസ്പോണ്ടിങ് ആയിട്ട് പാസ്റ്റ് ടെൻസിലോട്ട് നമ്മൾ മാറ്റേണ്ടി വരും. ഓക്കെ, ദാറ്റ് മീൻസ് ദ സിമ്പിൾ പ്രസന്റ് ഷുഡ് ബി ചേഞ്ച് ഇൻ ടു സിമ്പിൾ പാസ്റ്റ്. അതായത് സിമ്പിൾ പ്രസന്റ് വന്നിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ദ പ്രസന്റ് പെർഫെക്റ്റ് ഇൻ ടു പാസ്റ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് വരുന്നെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് പോകും. ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് റെസ്പെക്റ്റീവ്ലി. ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഗോവിന്ദ് സെഡ് ഐ ലൈക്ക് ആപ്പിൾസ്. അത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഗോവിന്ദ് പറഞ്ഞു, ഗോവിന്ദ് സെഡ് ഐ ലൈക്ക് ആപ്പിൾ. അങ്ങനെ ഇപ്പൊ ഗോവിന്ദ് സെഡ് ദാറ്റ് ഹി ലൈക്ക്ഡ് ആപ്പിൾ. ദാറ്റിനും കൂടി വരും. ദാറ്റ് ഹി ലൈക്ക്ഡ് ആപ്പിൾ. ഒരു ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ. അപ്പൊ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരും. പിന്നെ അടുത്തത് മനോജ് സെഡ് ഐ ആം ഗോയിങ് ടു വർക്ക്. മനോജ് പറഞ്ഞു ഞാൻ ജോലിക്ക് പോവാണെന്ന്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറയാം മനോജ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിവിടെ മനോജ് സെഡ് ഗോവിന്ദ് സെഡ് എന്ന് പറഞ്ഞാൽ മനോജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറയാണ് ഐ ആം ഗോയിങ് ടു വർക്ക് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആകുമ്പോഴത്തേക്കും ഒരാൾ പറയുന്നത് മനോജ് പറഞ്ഞു അവൻ ജോലിക്ക് പോവാണെന്ന്. അങ്ങനെ വരത്തുള്ളൂ. ആ ഒരു വ്യത്യാസം വരും. മനോജ് ആര് പറഞ്ഞു എന്നുള്ളതും കൂടി നമ്മൾ പറയും, ഇന്ന ആള് പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ ഒരാള് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോവാണ്, ഞാൻ ജോലിക്ക് പോവാണെന്ന് പറയും. അപ്പം ഞാനാ അത് പറഞ്ഞെങ്കിലും വേറൊരാൾ പറയുമ്പോഴത്തേക്കും അവര് പറയും അപ്പൊ ടീച്ചറാണെങ്കിൽ ടീച്ചർ പറഞ്ഞു ടീച്ചർ ജോലിക്ക് പോവാണെന്ന്. അപ്പൊ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ മൂന്നാമത്തെ ലക്ഷ്മി സെഡ് ഐ ഹാവ് കുക്ക്ഡ് ദി ഫുഡ്. ലക്ഷ്മി പറഞ്ഞത് ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ട്, കുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. ലക്ഷ്മി സെഡ് ദാറ്റ് ഷീ ഹാഡ് കുക്ക്ഡ് ദി ഫുഡ്. ലക്ഷ്മി പറഞ്ഞു ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. ഇപ്പൊ ഒരാൾ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ പറയാം ഞാൻ ഐ കുക്ക് ദി ഫുഡ് ഫോർ എവരി വൺ. ഞാൻ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കി എന്ന് പറയാം. ഇപ്പം ഒരാൾ പറയുമ്പോഴത്തേക്കും പറയും ലക്ഷ്മി പറഞ്ഞു അവർ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പോ ലക്ഷ്മി പറഞ്ഞു എന്നുള്ള രീതിയിലും കൂടിയാണ് അവിടെ വരുന്നത്. അപ്പൊ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. പിന്നെ നാലാമത്തെ വേർ ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദി പാസ്റ്റ് ടെൻസ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ദാറ്റ് ഷാൾ ആൻഡ് വിൽ ഓഫ് ദ ഫ്യൂച്ചർ ഇൻ ദി ഡയറക്റ്റ് സ്പീച്ച് ആർ സബ്സിക്വന്റ്ലി ചേഞ്ച്. അപ്പോൾ ദാറ്റ് ദി ഷാൾ ആൻഡ് വില്ല് വരും. ഫ്യൂച്ചറിൽ നമുക്ക് ഷാളും വില്ലും വരും. അപ്പൊ അതൊക്കെ സബ്സിക്വന്റ്ലി അതൊക്കെ മാറും. ഓക്കെ, സ്പീച്ച് സബ്സിക്വന്റ്ലി ചേഞ്ച് ആവും ഇൻടു ഷുഡ് ആൻഡ് വുഡ്. അപ്പൊ അത് ഷാൾ ആൻഡ് വില്ലിന് പകരം ഷുഡ് ആൻഡ് വുഡിലേക്ക് മാറും. അത് റെസ്പെക്റ്റീവ്ലി അങ്ങനെയാണ് അത് മാറുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. മോഹൻ സെഡ് ഹി വിൽ റിട്ടേൺ. മോഹൻ പറഞ്ഞു, മോഹനാണ് ഇപ്പൊ പറയുന്നത് ഹി വിൽ റിട്ടേൺ, അവൻ തിരിച്ചു തരുമെന്ന് മോഹൻ പറയാണ്. അപ്പോൾ അത് ഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ മോഹൻ സെഡ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ. അപ്പൊ വേറൊരാൾ പറയാണ് മോഹൻ പറഞ്ഞു അവൻ ചിലപ്പോ അത് തിരിച്ചു തരും എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ അഞ്ചാമത്തെ ഇഫ് there ആർ റിപ്പോർട്ടിംഗ് വെർബ്സ് ഇൻ ദി പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ടെങ്കിൽ
the simple past in the direct speech should be changed into past perfect. അതായത് സിമ്പിൾ പാസ്റ്റ് ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റും, ചേഞ്ച് ചെയ്യും നമ്മൾ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ലീന സെഡ് ഐ വിസിറ്റ് അവർ മാറ്റോൺ. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. ലീന തന്നെ പറയാണ് ഞാൻ ഇങ്ങനെ ഒരാളെ മാറ്റോനെ വിസിറ്റ് ചെയ്തു എന്ന് പറയാണ്. അപ്പൊ അത് ഇൻഡയറക്റ്റിൽ വരുമ്പോൾ ലീന സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് ദ മാറ്റോൺ. അത് ഇൻഡയറക്റ്റ് സ്പീച്ച്. അത് വേറെ ഒരാൾ പറയുമ്പോഴത്തേക്കും ലീന സെഡ് ദാറ്റ് ഷീ ഹാസ് വിസിറ്റഡ് ആ മാറ്റോൺ. മാറ്റോനെ ലീന പറഞ്ഞു ലീന മാറ്റോനെ വിസിറ്റ് ചെയ്തു എന്ന്. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. കുറച്ച് വ്യത്യാസം വരും. അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. There are cases where some items that simple past doesn't change. ചില കേസസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ചേഞ്ച് ആവത്തില്ല. അത് ഏതൊക്കെയാന്ന് നോക്കാം. അത് ചില കേസസിൽ നമുക്കത് മാറത്തില്ല. ഓക്കെ, അടുത്തത് നോക്കാം. If the reporting verb is in the present tense, the tense in the direct do not change. അതായത് റിപ്പോർട്ടിംഗ് വെർബ് വന്നിട്ട് പ്രസന്റ് ടെൻസിൽ ഉണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ഡയറക്റ്റിൽ വന്നിട്ട് ചേഞ്ച് ആവത്തില്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ നോക്കാം. ഗൊലീത് സേസ് ഐ ആം റൂയിൻ. അത് ഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. ഗൊലീത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇത് മാറ്റം വരത്തില്ല. ഗൊലീത് സേസ് ദാറ്റ് ഹി വാസ് റൂയിൻ. ദാറ്റ് ഹി വാസ് എന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏഴാമത്തെ നോക്കാം. ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് ഇൻ ദി ഡയറക്റ്റ് സ്പീച്ച്. അതായത് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും വന്നിട്ട് പ്രൊനൗൺസിൽ ഡയറക്റ്റ് സ്പീച്ച് മാറുന്നു. ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും മാറുന്നു. ചേഞ്ച് ഇൻ ടു തേർഡ് പേഴ്സൺ ആവുന്നു. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് മാറി അത് തേർഡ് പേഴ്സൺ ആവുന്നു. ഇഫ് ദ പേഴ്സൺ അഡ്രസ്ഡ് ഈസ് നോട്ട് റിപ്പോർട്ടിംഗ്. ഇപ്പോൾ പേഴ്സണിന്റെ അഡ്രസ് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഐ യു ബിക്കം ഹി. ഇറ്റ് ഐ യു ഈ മൂന്നക്ഷരം മാറുമ്പോൾ ഹി ഷീ ആകും. ഹി ഓർ ഷീ. വേറാസ് വി ബിക്കംസ് ദേ. അപ്പൊ അവിടെ ഇ ഓർ ഷീ ആകുന്നു. അതായത് ഐ ഇറ്റ് ഐ യു വരുമ്പത്തേക്കും ഹി ഓർ ഷീ ആവുന്നു. ഐ യു വരുമ്പത്തേക്കും ഹി ഓർ ഷീ ആവുന്നു. പിന്നെ വന്നിട്ട് വി വരുമ്പത്തേക്കും ദേ ആവുന്നു. ഇഫ് ദ പേഴ്സൺ അഡ്രസ് ദിസ് റിപ്പോർട്ടിംഗ് ദ സെക്കൻഡ് പേഴ്സൺ ഇസ് ചേഞ്ച് ഇൻ ടു ഫസ്റ്റ് പേഴ്സൺ. അതായത് ഇഫ് ദ പേഴ്സൺ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ടിങ്ങിൽ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ ദ സെക്കൻഡ് പേഴ്സൺ വന്നിട്ട് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുന്നു. അതിന്റെ എക്സാമ്പിൾ നോക്കാം. സഞ്ജയ് ടോൾഡ് അമിത് ഐ വിൽ നീഡ് യുവർ പെൻ. ഇപ്പൊ സഞ്ജയ് പറയാണ് അമിറ്റിനോട് എനിക്ക് നിന്റെ പേന വേണമെന്നുള്ളത്. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. പിന്നെ വരുമ്പോ സഞ്ജയ് ടോൾഡ് അമിത് ദാറ്റ് ഹി വുഡ് നീഡ് എ പെൻ. സഞ്ജയ് പറഞ്ഞു അമിറ്റിനോട് എനിക്ക് നിന്റെ പേന വേണം, പെൻ, എനിക്ക് അവന്റെ പേന വേണം. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. പിന്നെ അമിത് സെഡ് ടു മീ ഐ വിൽ ഡു യുവർ വർക്ക്. അമിത് എന്നോട് പറഞ്ഞു നിന്റെ ജോലി ഞാൻ ചെയ്യാമെന്ന്. ഓക്കെ, അത് ഡയറക്റ്റ് സ്പീച്ച്. അമിത് സെഡ് ടു മീ ദാറ്റ് ഹി വുഡ് ഡു മൈ വർക്ക്. അമിത് പറഞ്ഞു നിന്റെ ജോലികളൊക്കെ ഞാൻ ചെയ്യാമെന്ന് അമിത് പറഞ്ഞു. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. പിന്നെ എട്ടാമത്തെ വേർഡ്സ് റിലേറ്റിംഗ് ടു ടൈം ഓർ ഡിസ്റ്റൻസ് ആർ ആൾസോ സബ്ജക്റ്റഡ് ടു അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് ആസ് ഫോളോസ്. അതായത് വേർഡ്സ് റിലേറ്റിംഗ് ടു ടൈം, ഓരോ സമയത്തിന്റെ വേർഡ്സ് റിലേറ്റിംഗ് ടു ടൈമിനെ സംബന്ധിച്ചുള്ള വേർഡ്സ് ഒക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ സംബന്ധിച്ചുള്ള വേർഡ്സ് ഒക്കെ വരുവാണെങ്കിൽ അത് ആൾസോ സബ്ജക്റ്റ്, അത് സബ്ജക്റ്റ് പോലെ വരും. ടു അപ്രോപ്രിയേറ്റ് ചേഞ്ചസും വരും. അത് ഏതൊക്കെയാന്ന് നോക്കാം. നൗ ബിക്കംസ് ദെൻ. ഇപ്പൊ നൗ എന്ന് പറയുമ്പോഴത്തേക്കും അത് ദെൻ ആവും. പിന്നെ തസ് എന്ന് പറയുമ്പോഴത്തേക്കും സോ ആവും. ഹിയർ എന്ന് പറയുമ്പോൾ ദേർ ആവും. എഗോ എന്ന് പറയുമ്പോൾ ബിഫോർ ആവും. ടുമാറോ എന്ന് പറയുമ്പോൾ ദ നെക്സ്റ്റ് ഡേ ആവും. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ദ പ്രീവിയസ് ഡേ. ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ദ നൈറ്റ് ബിഫോർ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒമ്പതാമത്തെ നോക്കാം. ആൾസോ ദിസ് ഈസ് ചേഞ്ച് ഇൻ ടു ദാറ്റ്. ആൾസോ എന്ന് വരുമ്പോഴത്തേക്ക് അത് ദാറ്റിലേക്ക് മാറുന്നു. ആൻഡ് ദീസ് ഈസ് ചേഞ്ച് ഇൻ ടു ദോസ്. ദീസ് വരുമ്പോഴത്തേക്കും ആ ദോസിലോട്ട് മാറുന്നു. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. സാബു ടോൾഡ് ഹിസ് ബ്രദർ ഈറ്റ് ഹിസ് കേക്ക്. സാബു അവന്റെ ബ്രദർ, അതായത് അനിയനോട് പറഞ്ഞു ഈ കേക്ക് കഴിക്കാനായിട്ട് പറഞ്ഞു. സാബു ടോൾഡ് ഹിസ് ബ്രദർ ടു ഈറ്റ് ദാറ്റ് കേക്ക്. ഇപ്പൊ വേറൊരാൾ പറയുമ്പോഴത്തേക്ക് സാബു ടോൾഡ് ഹിസ് ബ്രദർ. സാബു ആ ബ്രദറിനോട് പറഞ്ഞു
ഈ കേക്ക് കഴിക്കാനായിട്ട്. ഗിരിജ സെഡ് ടു രാജു ടു ബൈ ദീസ് ബുക്ക്. ഗിരിജ രാജുവിനോട് പറഞ്ഞു ഈ പുസ്തകങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പൊ അത് ഡയറക്റ്റ് സ്പീച്ചിലാണ് വരുന്നത്. ഗിരിജ ആസ് രാജു ടു ബൈ ദോസ് ബുക്ക്. അപ്പൊ ഗിരിജ രാജുവിനോട് പറയാണ് നീ ആ പുസ്തകങ്ങളൊക്കെ മേടിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ദീസിന് പകരം ദോസ് ആവും. അങ്ങനെ മൈന്യൂട്ട് വ്യത്യാസങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ നോക്കിയ ഡയറക്റ്റും ഇൻഡയറക്റ്റും റിപ്പോർട്ടർ സ്പീച്ചും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കുറെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കോൺടാക്ട് ചെയ്യാം, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ അത് വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാകും, അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.